ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിറ്റ് വിത്ത് നിമ്മി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിമ്മി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ മിസ്റ്റേക്സ് ഡ്യൂറിങ് വെയിറ്റ് ലോസ് എന്നതിനെ കുറിച്ചിട്ടാണ്. കുറച്ച് ആൾക്കാർക്കെങ്കിലും അത് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ഡയറ്റ് ഫ്രീക്വൻ്റ്ലി. അതായത് നമ്മൾ ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യും അല്ലെ, ഏത് തരത്തിലുള്ള ഡയറ്റുകൾ അവൈലബിൾ ആണ്, ഏതാണ് നമുക്ക് ഈസി ആയിട്ടുള്ളത്, അങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഡയറ്റ് തുടങ്ങിയ സമയത്തും ഞാനും ഇങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡയറ്റ് ഞാൻ കുറച്ച് ദിവസം ചെയ്തു, എന്നിട്ട് എനിക്ക് പറ്റാണ്ട് ഞാൻ നമ്മളുടെ നോർമൽ ഡയറ്റിലേക്ക് വന്നു എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഡയറ്റ് ചേഞ്ച് ചെയ്യരുത്. ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് തന്നെ ത്രൂ ഔട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഡയറ്റിനെ കുറിച്ചിട്ട് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഡയറ്റുകളുണ്ട്, ഫാൻസി ഡയറ്റുകൾ. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കീറ്റോ ഡയറ്റ്, എഗ് ഡയറ്റ്, ഫ്രൂട്ട് ഡയറ്റ്, വെജിറ്റബിൾ ഡയറ്റ്, അങ്ങനെ ഒരുപാട് ഡയറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരു തടി കുറച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് ലോങ് ടൈമിലേക്ക് വേണ്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നമ്മളുടെ നോർമൽ ഫുഡ് തന്നെ കഴിക്കുക. സാധാരണ രീതിയിലുള്ള ഡയറ്റ് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒന്നാമത്തെ മിസ്റ്റേക്ക് എല്ലാവരും ചെയ്യുന്നതും ഞാനടക്കം ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങളത് ആവർത്തിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും നമ്മൾ ഡയറ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യരുത്. ഒരു ഡയറ്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഒരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് തന്നെ ത്രൂ ഔട്ട് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. പിന്നെ സെക്കൻഡ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ സ്കിപ്പിംഗ് മീൽസ് ആണ്. ഞാനത് ചെയ്തിരുന്നില്ല കേട്ടോ. എൻ്റെ വെയിറ്റ് ലോസിൽ ഞാൻ ചെയ്തിരുന്നില്ല. പക്ഷേ എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ മീൽ സ്കിപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ കഴിക്കില്ല, കുറേ നേരം കഴിഞ്ഞ് ഒരു എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് നേരെ ലഞ്ചിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി വിശന്നിരിക്കുമായിരിക്കും അല്ലേ, അപ്പോൾ നമ്മൾ അതിൻ്റെയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ലഞ്ചിൽ കഴിക്കും. അപ്പോൾ ഏതൊരു മീലാണെങ്കിലും, ഇപ്പോൾ സ്നാക്സ്, ചില ആൾക്കാർ പറയും നമ്മൾ സ്നാക്സ് സ്കിപ്പ് ചെയ്യും. ഞാൻ സ്നാക്സ് കഴിക്കാറില്ല, വെയിറ്റ് ലോസിൽ ഒന്നും കഴിക്കാറില്ല എന്ന് പറയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതൊരു മണ്ടത്തരമാണ് സ്കിപ്പിംഗ് മീൽസ് എന്ന് പറയുന്നത്. സ്നാക്സ് കഴിക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള സ്നാക്സ് കഴിക്കാൻ ഞാൻ പറഞ്ഞിരുന്നില്ല. ആൽമണ്ടൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ആൽമണ്ടൊക്കെ കുറച്ച് കഴിക്കാം. പിന്നെ വീട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ആപ്പിൾ, അങ്ങനെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിങ്ങളത് കണ്ടു നോക്കിയാൽ മതി എന്തൊക്കെ കഴിക്കാം എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ മീല് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന മണ്ടത്തരാണ് അത്. നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ടേ തരുള്ളൂ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മീല് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓൺ ടൈമിൽ തന്നെ എല്ലാം കഴിക്കുക. രാവിലെ എണീറ്റാൽ ഒരു 1 അവറിനുള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 8 മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ ഡിന്നർ കഴിക്കാൻ ശ്രമിക്കുക. കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഡിന്നറൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് മാത്രം കുടിക്കുന്ന ആൾക്കാർ. ഫ്രൂട്ട് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഒരു യൂസും ഇല്ല ആ ഡയറ്റും കൊണ്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നമ്മളുടെ സാധാരണ ഫുഡ്, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്, ഇപ്പോൾ 3 നേരം മാത്രമേ ഫുഡ് കഴിക്കുകയുള്ളൂ എന്ന് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അത്രമാത്രമേ ഞാൻ കഴിക്കൂ. ഇടയിലൊന്നും ഞാൻ കഴിക്കാറില്ല. പക്ഷേ ഈ 3 മീലുകളും അവർ നല്ല ഹെവി ആയിട്ട് കഴിക്കും. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഡയറ്റ് കൊണ്ട് മാത്രം ഒരു റിസൾട്ടും കിട്ടൂല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരുന്ന കാര്യമാണ്. പ്രോപ്പറായിട്ടുള്ള 50% എങ്കിലും ഡയറ്റും 50% എക്സസൈസും മസ്റ്റാണ് നിങ്ങളുടെ ഡയറ്റിൽ. കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഡയറ്റ് മാത്രം ചെയ്തിട്ട്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പറയുമ്പോൾ ഇല്ല ഞാൻ ഡയറ്റിലാണ് അങ്ങനെ പറയും. പക്ഷെ അവർ എക്സസൈസ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കും ഒരു റിസൾട്ടും കിട്ടൂല.
പിന്നെ നെക്സ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് ഏറ്റവും വലിയൊരു മണ്ടത്തരാണ്. ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ, അത് തുടക്കത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരാണ് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്തിട്ട് ഉള്ളത്. അതായത് നമ്മളുടെ ചോറ്, ചപ്പാത്തി, പിന്നെ റൈസ്, വൈറ്റ് റൈസിൻ്റെ പല വേരിയൻ്റ് ഉണ്ടല്ലോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകൾ, വൈറ്റ് റൈസിലുള്ള, അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്യരുത്. നമ്മളുടെ ദിവസത്തിലെ ഫുഡിൽ ഒരു നേരമെങ്കിലും നമ്മൾ കാർബ്സ് മസ്റ്റായിട്ടും ഉൾപ്പെടുത്തണം. നമ്മളുടെ ബോഡിക്ക് വളരെ അത്യാവശ്യമാണ്. ഞാൻ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് ഞാനൊരു ഒരു 1-2 മാസം കംപ്ലീറ്റ് കാർബ്സ് കട്ട് ചെയ്തിരുന്നു. അതായത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ വെയിറ്റ് നല്ല പീക്കിലായി നിൽക്കുമ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാരുടെ കളിയാക്കലുകളൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കളിയാക്കലുകളൊക്കെ. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ കളിയാക്കലൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് എനിക്ക് അന്നേരം കൂടുതലൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഈ കാർബ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്തു. അതിൻ്റെ റിസൾട്ടായിട്ട് പിന്നീട് എനിക്കൊരു 3-4 മാസത്തിന് ശേഷം ഹെവി ഹെയർ ഫോളായി. അത്യാവശ്യം നല്ല മുടിയുള്ള ആളായിരുന്നു ഞാൻ. ഇപ്പം എനിക്ക് മുടിയൊന്നുമില്ല, ഞാൻ അതിൻ്റെ പിക്ചറോടെ എവിടെയെങ്കിലും കാണിക്കാം. അപ്പോൾ കാർബ്സും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ എക്സസൈസും വളരെ കൂടുതലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ബോഡി വളരെയധികം വീക്കാവും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും നമുക്ക് എത്തുകയില്ല ശരീരത്തിലേക്ക്. അപ്പോൾ ഒരു ദിവസത്തിൽ 1 ടൈമെങ്കിലും നമ്മൾ കാർബോഹൈഡ്രേറ്റ് നമ്മളുടെ ഫുഡിൽ മസ്റ്റായിട്ടും ഉൾപ്പെടുത്തണം. ഞാനത് ചെയ്തിരുന്നൊരു ബിഗ് മിസ്റ്റേക്കാണ്. അതിൻ്റെ റിസൾട്ടായിട്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഹെവി ഹെയർ ഫോളും ബാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് ഒരിക്കലും നിങ്ങളുടെ വെയിറ്റ് ലോസിൽ ചെയ്യരുത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫുഡ് ഒരിക്കലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഡയറ്റിൽ കൂടി തടി കുറയ്ക്കാമെന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും തെറ്റാണ്. ഇപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, നല്ലൊരു ബിരിയാണി ഇഷ്ടമുള്ള ഒരാൾ, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് അയാളുടെ ബിരിയാണിയാണെന്ന് വെച്ചു എന്ന് നമ്മൾ കഴിക്കില്ലെങ്കിലും വൺസ് ഇൻ എ വീക്കൊക്കെ അത് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾ ഓഫ് സഡൻ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു വീഡിയോയിൽ എൻ്റെ പറഞ്ഞിരുന്നു, ഞാൻ ചീറ്റ് മീൽ കഴിക്കാറില്ല എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കുറച്ച് ആയതിനു ശേഷമാണ്, ഞാനൊരു വെയിറ്റ് ലോസ് ജേണി ഒരു ട്രാക്കിലായതിനു ശേഷമാണ് ഞാൻ ചീറ്റ് മീലൊക്കെ ഒഴിവാക്കിയത്. എനിക്കൊരു കൺട്രോളായി. ഫസ്റ്റ് ഞാൻ തുടങ്ങിയ സമയത്ത് ഞാനും ചീറ്റ് മീലൊക്കെ കഴിച്ചിരുന്നു. ചീറ്റ് മീൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മീല് ഏതെങ്കിലും ഒരു ദിവസം വളരെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാമായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാം. അതുപോലെ ഒരുപാട് ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് പിന്നെ ഫുഡ് എങ്ങനെ ഞാൻ അത് കഴിക്കുന്നില്ല, ഇപ്പോൾ ഡയറ്റിലാണെന്ന് പറഞ്ഞിട്ട് ഇത് കഴിക്കുന്നില്ല, വറുത്ത് കഴിക്കുന്നില്ല, അങ്ങനെ എണ്ണയുള്ളത് കഴിക്കുന്നില്ല. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പോർഷൻ കൺട്രോളാണ്. ക്വാണ്ടിറ്റി കുറയ്ക്കാണ്ട് ഒന്നും നടക്കില്ല. ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ അതാണ് വേറൊരു മിസ്റ്റേക്ക്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കുറച്ച് കഴിക്കാം, അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്ന ഒരു ഫീല് വരുത്തി വെക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ വേറൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, വെയിറ്റ് ലോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു വീക്ക് ആകുമ്പോഴേക്കും നമ്മളെല്ലാവരും ചെയ്യുന്ന കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് നമ്മൾ വെയിങ് മെഷീനിൽ കയറുന്ന നമ്മുടെ വെയിറ്റ് നോക്കുക എന്നുള്ളത്. ഞാനും ചെയ്തിരുന്നു. നിങ്ങളുടെ അടുത്ത് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഴ്ച ഇത് തന്നെയായിരുന്നു എൻ്റെയും ജോലി. ഞാൻ ഇത്ര ഡയറ്റ് ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു 2 കിലോ കുറഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെയിങ് സ്കെയിൽ നോക്കുമായിരുന്നു. പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ഏറ്റവും വലിയൊരു മണ്ടത്തരാണ്. കാരണം നമ്മൾ ഓരോ ടൈം നമ്മൾ ഈ വെയിങ് മെഷീനിൽ നോക്കുമ്പോഴും നമ്മളുടെ വെയിറ്റ് സ്റ്റിൽ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഇത് കുറയുന്നില്ല, ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഡയറ്റ് ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നു, കുറയുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെയിറ്റ് ലോസിനെക്കാട്ടിലും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാറ്റ് ലോസിലാണ്. അല്ലെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് അറ്റൻഷൻ നമ്മൾ ഈ
വെയിറ്റിൽ കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ ഫാറ്റ് പോകുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇഞ്ച് ലോസ് ഉണ്ടാകും. ഇഞ്ച് ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തടി ചിലപ്പോൾ ഇപ്പോൾ ഒരു 70 കിലോ ഉള്ള ഒരാളാണ്, 2 ആഴ്ച കഴിഞ്ഞാലും നോക്കുമ്പോൾ നമുക്ക് 70 കിലോ തന്നെ ആയിരിക്കും വെയിങ് മെഷീനിൽ നോക്കി കാണുക. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് അന്നേരത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് കയറാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ ടേപ്പ് ഉണ്ടല്ലോ, ടേപ്പിൽ നിങ്ങളുടെ ആംസ് അല്ലെങ്കിൽ വയറിൻ്റെ അവിടെയൊക്കെ എടുത്തിട്ട് മെഷർമെൻറ്റ് നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 1-2 ഇഞ്ച് കുറയാനുള്ള കാര്യത്തിൽ ഞാനൊരു 100% നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ വെയിങ് മെഷീൻ എടുത്തിട്ട് വെയിറ്റ് നോക്കുക എന്ന് പറയുന്ന മിസ്റ്റേക്ക് ഒരിക്കലും ചെയ്യരുത്. കാരണം വെയിറ്റ് ലോസിൽ വെയിറ്റിനല്ല ഇമ്പോർട്ടൻസ്, ഫാറ്റ് ലോസിലാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫാറ്റൊക്കെ പോയി നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, അല്ലാണ്ട് സ്ലിം ആയിട്ടിരിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിനല്ല നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലേ? സ്ലിം ആയിട്ട് നമുക്ക് ഇപ്പം പട്ടിണി കിടന്ന് സ്ലിം ആക്കാം. അപ്പോൾ സ്ലിം ആവുക എന്നുള്ള ആ വേർഡ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ള ഒരു ഇത് വേണം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വിചാരം ഉണ്ടാവാൻ. അപ്പോൾ നമ്മൾ എപ്പോഴും വെയിങ് മെഷീനിൽ കയറി നോക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആവർത്തിക്കാതെ ഇരിക്കുക. ഓക്കെ. പിന്നെ വേറൊരു മിസ്റ്റേക്ക് ഞാനും ചെയ്തിരുന്നു, നിങ്ങളിൽ പലരും ചെയ്യുന്നുണ്ടാവാം. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ പോലെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കറിയാം ഇത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ല, ഇത് നമ്മുടെ തടി കൂടാൻ കാരണമാക്കും എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ കഴിക്കും. അപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകും എനിക്കിത് ഒരു ഗ്രീൻ ടീ കുടിച്ചിട്ടോ അല്ലെങ്കിൽ നാളെ 1 മണിക്കൂറിന് പകരം 2 മണിക്കൂർ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടോ ഇതെനിക്ക് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് നിങ്ങളിൽ പലരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും, അല്ലേ? ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ എനിക്കിഷ്ടമുള്ളത് കുറച്ചധികം കഴിച്ചിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ നെവർ ഡൂ ദാറ്റ്. അത് ഭയങ്കര ഒരു തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് കുറച്ച് ഫുഡ് കഴിക്കുക. ഇതെല്ലാവരും തന്നെ ചെയ്യുന്നതാണ്. കോമ്പൻസേറ്റ് ചെയ്യാം ഗ്രീൻ ടീ കുടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഷേക്ക് കുടിച്ചിട്ട് അല്ലെങ്കിൽ കുറേ അധികം എക്സസൈസ് ചെയ്തിട്ട് എന്നൊക്കെയുള്ളത് അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. പിന്നെ നമ്മുടെ ഫുഡ് നന്നായി കുറച്ചിട്ട് ഒരുപാട് എക്സസൈസ് ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിന് ഭയങ്കര പൊട്ടയാണ്. നിങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ആളാണെങ്കിൽ ഫുഡ് കൺട്രോൾ പ്ലസ് ഒരു മിനിമം രീതിയിലുള്ള എക്സസൈസ് ഹാഫ് ആൻ അവർ അത് അങ്ങനെ വെച്ചിട്ട് തുടങ്ങുക. അതാണ് നിങ്ങൾക്ക് എപ്പോഴും നന്നായിട്ടുള്ള വേ ഓഫ് വെയിറ്റ് റെഡ്യൂസിങ്. പിന്നെ ഇതൊക്കെയാണ് പൊതുവേ ഉള്ള ഞാൻ ചെയ്ത പൊതുവെ എല്ലാവരും ചെയ്യാൻ ധാരണയുള്ള മിസ്റ്റേക്കുകൾ. പിന്നെ ഫുഡിൽ ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ചോറ് കഴിക്കുന്നില്ല എന്ന് വെച്ചോ, ഒരാളിപ്പോൾ ചോറ് കഴിക്കുന്നില്ല, പകരം ഞാൻ കറികൾ മാത്രമാണ് കഴിക്കുന്നത്, കറികൾ മീൻസ് ഉപ്പേരികളൊക്കെ. അപ്പോൾ അതിൽ നന്നായിട്ട് നമ്മൾ കോക്കനട്ടും നമ്മൾ എണ്ണയും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചോറ് കട്ട് ചെയ്തിട്ട് കാര്യമില്ല, അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ തേങ്ങ എണ്ണ അതിനേക്കാളും മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഫുഡും ഡയറ്റും കൂടെ ചെയ്താൽ മതി. പിന്നെ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈമിൽ നടക്കുന്ന ഒരു കാര്യമില്ല. ഇറ്റ്സ് ടേക്ക് ലോങ് ടൈം. അതാണ് നല്ലത്. പിന്നെ നമ്മളുടെ അതൊരു ലൈഫ് സ്റ്റൈലായി മാറും. ഇപ്പം ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എനിക്ക് ഇത്ര കിലോ കുറയും, അല്ലെങ്കിൽ ഈ എക്സസൈസൊക്കെ ഞാൻ എൻ്റെ ഒരു ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റും, ഞാൻ കണ്ടിന്യൂ ചെയ്യും, അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു 5-6 കിലോ കുറയ്ക്കണം എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വൺസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, വെയിറ്റ് കുറച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ലൈഫിൽ ഈ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിൻ്റെയും എക്സസൈസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്ലിം ആയിരിക്കുക എന്നതിലല്ല കാര്യം, ഒരു ഹെൽത്തി ഫിറ്റ് ആയിട്ടിരിക്കുക എന്നതിലാണ് കാര്യം. അപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിരുന്നു കൈയുടെ വണ്ണം കുറയാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് എക്സസൈസ് ഉണ്ടോ എന്ന്. ഒരു വർക്കൗട്ടിന് മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക. മിക്സായിട്ട് എപ്പോഴും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മിക്സ് ആക്കുക. അതായത് കുറച്ച് കാർഡിയോ, കുറച്ച് വെയിറ്റ് ട്രെയിനിങ്,
കുറച്ച് സൂംബ, അങ്ങനെ മിക്സ് ഓഫ് വർക്കൗട്ട് ചെയ്യുക. അതപ്പം നമുക്ക് ബോറടിക്കുകയില്ല, പിന്നെ അത് നിങ്ങളുടെ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും. സ്പോട്ട് റിഡക്ഷൻ എന്ന് പറയുന്ന കാര്യം ഒരിക്കലും പോസിബിൾ അല്ല വെയിറ്റ് ലോസിൽ. ഇറ്റ് ടേക്സ് ലോങ് ടൈം, പതുക്കെ കുറയുള്ളൂ. പിന്നെ ഓവറോൾ ബോഡി ഫാറ്റ് റെഡ്യൂസ് ചെയ്യണം, എങ്കിലേ നമുക്ക് നമ്മളുടെ ശരീരം ഫിറ്റായി എന്ന് തോന്നിയുള്ളൂ. നമ്മുടെ ബോഡി ഫാറ്റ് മൊത്തത്തിൽ തടി കുറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒന്നും ചെയ്യാണ്ട് തന്നെ നമ്മളുടെ കൈയുടെ തടിയും മുഖത്തിൻ്റെ തടിയും വയറും ഒക്കെ തന്നെ പൊക്കോളും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഓരോ പാർട്സിനും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട. ഓവറോൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ തടി കുറയും, ഞാൻ ഗ്യാരണ്ടി. അടുത്ത ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് വെയിറ്റ് ലോസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതായത് ഒരു മാസം കൊണ്ട് ഞാനൊരു 10 കിലോ കുറച്ചിരിക്കും, എന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 2 കിലോ പോലും കുറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ തടി കുറയ്ക്കലും എല്ലാം നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പാടിന് പോകും അല്ലേ. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വെയിറ്റ് ലോസിൽ ഉണ്ടാവാനേ പാടില്ല. ചെറിയ ഗോൾസ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഒരു വർഷം കൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഡയറ്റും എക്സസൈസും കൊണ്ട് ഒരു വർഷം കൊണ്ട് എനിക്കൊരു 5 കിലോ എങ്കിലും കുറയ്ക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 10 കിലോ കുറയ്ക്കും. അപ്പോൾ നിങ്ങൾക്കത് എന്തൊന്നുമില്ലാത്തൊരു ഹാപ്പി ആയിരിക്കും. നിങ്ങൾ മുന്നേ തന്നെ ഇമ്മാതിരി എക്സ്പെക്റ്റേഷനൊക്കെ വെച്ചിട്ട് ചെയ്ത് നിങ്ങൾക്ക് നിരാശയായിരിക്കും റിസൾട്ട്. സോ നിങ്ങൾ ആ മാതിരിയുള്ള ഇതിനൊന്നും പോവാതിരിക്കുക. ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക. വേണമെങ്കിൽ ഒരു മാസം കൊണ്ട് 1 കിലോ കുറച്ചാൽ മതി. അങ്ങനെയെങ്കിലും നിങ്ങൾ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക. അത് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഭയങ്കര വലുത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഡിന്നർ 8 മണിക്ക് മുന്നേ ആയിട്ട് കഴിക്കുക, അതായത് ഈറ്റിംഗ് ഏർലി കഴിക്കുക എന്ന്. പക്ഷെ അങ്ങനെ നമ്മൾ 8 മണിക്ക് കഴിച്ചിട്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നത് രാത്രി 12 മണിക്കാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി വേ ഓഫ് ഈറ്റിംഗ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു 2-3 hours മുന്നേ ഡിന്നർ കഴിച്ചിരിക്കണം. എന്നിട്ട് നിങ്ങൾ 8 മണി എന്നൊക്കെ ഞാൻ പറയാൻ കാരണം, 8 മണിക്ക് കഴിച്ചിട്ട് ഈ പറഞ്ഞ പോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു വേ ആണ്. അപ്പോൾ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. പിന്നെ ഇപ്പം നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ കാണാം, ചിലപ്പോൾ ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് നെറ്റിലൊക്കെ നോക്കുമല്ലേ, ഒരുപാട് സെർച്ച് ചെയ്യും. അപ്പോൾ ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോസ്. ഒരു മാസം കൊണ്ട് 10 കിലോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കൈ വണ്ണം പമ്പ കടക്കും, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് വയറിൻ്റെ ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറും. നെവർ ഒരിക്കലും വിശ്വസിച്ച് നിങ്ങൾ അത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും, വെറുതെ നിരാശ മാത്രമായിരിക്കും നിങ്ങളുടെ റിസൾട്ട്. സോ ട്രസ്റ്റ് മീ, ഞാൻ 100% ഗ്യാരണ്ടി തരുന്ന കാര്യമാണ്. ഞാൻ ചെയ്ത് കുറച്ചിട്ടുള്ളതാണ്. ഈ ഡയറ്റിനൊന്നും തന്നെ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂല അൺലെസ് നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്, ഇപ്പം നമ്മൾ മലയാളികൾ കേരളീയർ ഒരുപാട് തേങ്ങ, നമ്മൾ കോക്കനട്ട് ഓയിൽ അതൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ യൂസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും. പിന്നെ കാപ്സ് ഞാൻ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ചോറുണ്ടെന്ന ആളാണെങ്കിൽ ഒരു ചെറിയ ബൗളിൽ ഫുള്ളോ നിങ്ങൾക്ക് ചോറ് കഴിക്കാം, കൂടെ ഒപ്പം കറികളും എണ്ണയും തേങ്ങയൊക്കെ കുറച്ചിട്ടുള്ള കറികൾ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ വെയിറ്റ് ലോസിന് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒറ്റയടിക്ക് തന്നെ പിന്നെ ഒരുപാട് എക്സസൈസ് ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റാർട്ടിങ് ആണെങ്കിൽ ഹാഫ് ആൻ അവർ വെച്ചിട്ട് നിങ്ങൾ എന്തായാലും എക്സസൈസ് ചെയ്യുക. പ്രോപ്പർ ഡയറ്റും ഒരു ഹാഫ് ആൻ അവർ ടു 1 hour എക്സസൈസും നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു 6 to 7 months ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി തരുന്നു. അപ്പോൾ നിങ്ങളതൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് വെയിറ്റ് ലോസിൽ ഞാൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സും ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതും ആയിട്ടുള്ള മിസ്റ്റേക്കുകളാണിത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തിരുത്തി പിന്നെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വെയിറ്റ് ലോസിന് ശ്രമിക്കുക. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഷോർട്ട് ടൈം പ്രോസസ്സ് അല്ല വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് അല്ലേ. ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. വൺസ് നിങ്ങൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇതൊന്നും നിർത്തൂല. ഒരു ബീങ് സ്ലിം ആവുക എന്നുള്ളതിനെക്കാട്ടിലും ബീങ് ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിരിക്കുക എന്നുള്ളതിന് വേണം നിങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. അപ്പോൾ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.
അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇനിയും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഫിറ്റ്നസ് മാത്രമല്ല കേട്ടോ ഞാൻ എൻ്റെ ചാനലിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഫിറ്റ് വിത്ത് നിമ്മി എന്ന ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിറ്റ്നസ്, പിന്നെ ഹെൽത്തി കുക്കിംഗ്, അതൊക്കെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹെൽത്തി വേ ഓഫ് കുക്കിംഗ്, കുറച്ച് വ്ളോഗ്സ്, ലൈഫ് സ്റ്റൈൽ, ബ്യൂട്ടി എനിക്കറിയാവുന്ന. കാരണം നമ്മൾ ഫിറ്റ്നസ് വൺസ് ഒരു 30+ ഒക്കെ ഉള്ള ആൾക്കാരാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡെഫിനറ്റായിട്ട് നമ്മളുടെ സ്കിൻ കെയറും കൂടി കുറച്ച് ശ്രദ്ധിക്കണം. ഞാൻ അതൊന്നും ചെയ്യാത്ത ആളായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സ്കിന്നിനൊക്കെ ഒരുവിധം മാറ്റങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ 30+ ആയിട്ടുള്ള ആൾക്കാർ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ സാഗ് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതൊക്കെയും കെയർ ചെയ്യണം. അപ്പോൾ വരുന്ന വീഡിയോസിൽ ഞാൻ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക. വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. എല്ലാവർക്കും നമസ്കാരം.